ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ടാസ്കിൽ ജയിച്ചത്, ആകെ ജയിച്ചത്, അതായത് ചലഞ്ച് ചെയ്ത് ജയിച്ചത് നെവിനാണ്. അതായത് നമ്മുടെ ജിസേലിനെ പരാജയപ്പെടുത്തി നെവിൻ അടിപൊളിയായിട്ട് സംസാരിച്ചു. ജിസേലിന് മലയാളമൊക്കെ അറിയാം, വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു. ജിസേൽ ബാലിശമായിട്ടുള്ള കുറച്ച് റീസൺസ് ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് തോറ്റുപോയത്. നെവിൻ അടിപൊളിയായിട്ട് സംസാരിച്ചു. അതിലുപരി ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, എനിക്ക് ഏറ്റവും, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, എനിക്ക് ഇതുവരെ കേട്ടോ, നാളെ ഇയാളിനി ഇങ്ങനെ കളിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇന്ന് വരെ നെവിൻ്റെ കണ്ടൊരു പോസിറ്റീവ്, അയാൾ ആരെയും ഹാം ചെയ്യുന്നില്ല. വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കാതെ തമാശകൾ കാണിച്ചങ്ങ് നടക്കുവാണ്. അത്രേ ഉള്ളൂ. ഭയങ്കര ഗെയിമർ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ബട്ട് എൻ്റർടൈനിങ് ആണ്. ഇനി അടുത്തത് നമ്മുടെ ശാരികയും അതുപോലെ ആദില നൂറയും തമ്മിൽ നടന്ന ആ ഒരു ആർഗ്യുമെന്റിൽ ആദില നൂറ തന്നെ വിൻ ചെയ്തു. അതായത് വോട്ടിന് ഇട്ടിട്ടാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. നെവിൻ്റെ കേസിൽ നെവിൻ 8-9 വോട്ട് കിട്ടി. നമ്മുടെ ജിസേലിന് 5-6 വോട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ ആദില നൂറയുടെ കേസ് വന്നപ്പോൾ ആദില നൂറയ്ക്ക് 10ഓളം വോട്ടുകൾ കിട്ടി, ശാരികയ്ക്ക് 6 വോട്ടേ കിട്ടിയുള്ളൂ. ആര്യൻ ഒണിയൻ കേസ് വന്നപ്പോൾ, ഒണിലിൻ്റെ കേസ് വന്നപ്പോൾ, ഒണിയൻ എന്നായിപ്പോയി, സോറി, ഒണിലിൻ്റെ കേസിൽ ഒണിൽ സാബുവിന് കിട്ടിയത് 5 വോട്ടാണ്. ആര്യന് 7-8 വോട്ട് കിട്ടിയിട്ടുണ്ട്, 10-അടുത്ത വോട്ട് കിട്ടിയിട്ടുണ്ട്. ആര്യൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ഒണിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആര്യൻ്റെ സൈഡ്സ് കുറച്ചും കൂടെ ആര്യന് വേണം എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ പറഞ്ഞു. ഒണിൽ വളരെ വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേസമയത്ത് ശാരിക ആദില നൂറ ഫൈറ്റിൽ ശാരിക നന്നായിട്ട് പെർഫോം ചെയ്തു, ബട്ട് ഒട്ടും മോശമായിരുന്നില്ല ആദില നൂറയുടെയും തിരിച്ചുള്ള മറുപടിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് ഹൗസ് മേറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത്. സോ ഈ ഒരു ചലഞ്ചിങ് ടാസ്ക് മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ചലഞ്ച് ചെയ്യാൻ പോയിട്ട് വിൻ ചെയ്തത് നമ്മുടെ നെവിൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജിസേൽ ഭയങ്കര സാഡാണ്. നെവിൻ അടുത്ത് പോയിരുന്നിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളിക്കാരി പല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഇഷ്ടത്തിന് നടക്കുമായിരുന്നു. ഇനി അത് പറ്റില്ല. അതുകൊണ്ട് വളരെ സാഡാണ്. ബട്ട് ടാസ്കിലെ പെർഫോമൻസ് വളരെ വീക്കായിരുന്നു, ജിസേലിൻ്റെ പെർഫോമൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെവിനും ജിസേലും തമ്മിൽ ഒരു ക്രാക്ക് ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സംഭവം. ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ജിസേൽ നെവിനെ ഒരു ശത്രുവായി കണ്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ ടാസ്കിൽ വിൻ ചെയ്തത് നെവിനാണ്. മറ്റുള്ള 2 ടീമിനും, ആര്യനും ആദിലയ്ക്കും നൊറയ്ക്കും, അവരുടെ കയ്യിലുള്ള ബാൻഡ് നിലനിർത്താനും കഴിഞ്ഞു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അടുത്ത 72 മണിക്കൂർ അവർ സെക്യൂർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.